ഇതെല്ലാം നോക്കി. എന്നിട്ട് ഒരു നേഴ്സ് ചേച്ചി വന്നേച്ച് ഇവൻ്റെ കണ്ണിങ്ങനെ പൊളിച്ച് നോക്കി എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ ഇങ്ങനെ കണ്ണ് പൊളിച്ച് നോക്കിയേച്ച് കണ്ണ് അതേപോലെ അവർ അടച്ചു വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അമ്മ ഇറങ്ങിക്കോ, എന്നിട്ട് വേറെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. കാരണം അമ്മയ്ക്ക് സങ്കടം. ഞാൻ ഓൾറെഡി ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, കാരണം ഇത്രയും ദിവസമായപ്പോൾ നമ്മൾ കൂട്ടായിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പറയല്ല അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന്. എന്ന് വെച്ചാൽ അമ്മ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്നത് ICUവിനകത്തു നിന്ന് എൻ്റെ അനിയനെ ഒരു വെള്ള പുതപ്പിച്ചിട്ട് അവൻ്റെ മുഖം കൂടെയുള്ള കവർ ചെയ്യാനായിട്ട് ഇവിടം വരെ വെള്ള പുതപ്പിച്ച് ഇവൻ്റെ ഡോക്ടേഴ്സ്. ഞാൻ ഇതിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാണുന്നത് ഇവനെ ആ കിടക്കുന്ന സാധനത്തിൽ വെള്ള പുതപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവന്ന രൂപവും ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. കാരണം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് ഇവനെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. ഒരു ചലനവും ഇല്ല, ഒരനക്കവും ഇല്ല, ഒന്നുമില്ല, ഒന്ന് അനങ്ങുന്ന പോലും ഇല്ല അവന്. എന്നുവെച്ച് ഇവനെ ഞാൻ ചെല്ലപ്പേര് വിളിക്കും. ഇവനെ ഞാൻ സുന്ദരി എന്നായിരുന്നു വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇവൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമല്ല, മനസ്സിൽ പ്രാർത്ഥന വരുന്നില്ല. എൻ്റെ മാതാവേ, ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ചെന്ന് തോളയിൽ ഇവനിങ്ങനെ കിടക്കുക. ഞാൻ തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടി സുന്ദരി ഒന്ന് കണ്ണ് തുറക്കടി എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയുകയും ഇവൻ്റെ കൺപീലി അനങ്ങി, കൺപീലി വെട്ടി ഇവൻ്റെ. ഇതാ സൈഡിൽ നിന്ന് ഡോക്ടർ കണ്ടു. ഡോക്ടർ ഓടി വന്നേച്ച് പറഞ്ഞു, വിളിക്ക്, ഇനിയും വിളിക്കെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് വിളിച്ചു ഇവനെ. പിന്നെ ഞാൻ ആ പേര് വിളിക്കുമ്പോഴത്തേന് ഇങ്ങനെ മൂളെന്ന് പറയാൻ പറ്റില്ല, അടുത്ത് നമ്മൾ നിന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവൻ മൂളി. അപ്പം തന്നെ ഇവനെയും കൊണ്ട് നേരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ജീവൻ പിടിച്ച് നിൽക്കാനായിട്ട് ഒരു സാധനം വെച്ച് ഇങ്ങനെ തേച്ച് നെഞ്ചത്തൂന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇവൻ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ അവർ വെന്റിലേറ്ററിലേക്ക് പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, പോയ ആളാണ്. ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, പോയ ആളാണ്, ആളെ ദൈവം തിരിച്ചു തന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവമൊന്നും ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് അവിടെ NICUവിൽ കൊണ്ടുപോയി ഇവനെ. ICUന്ന് നേരെ NICUവിൽ കൊണ്ടുപോയി. NICUവിൽ കൊണ്ടുപോയിട്ട്